ഏവർക്കും നമസ്കാരം. മലയാള മാസത്തിലെ അവസാന മാസമായ കർക്കിടകം ആരംഭിച്ചിരിക്കുന്നു. രാമായണ മാസം ആയതിനാൽ പുണ്യമാസമെന്നും ഈ മാസം അറിയപ്പെടുന്നു. ദക്ഷിണായനവും ആരംഭിച്ചിരിക്കുന്നു, അതായത് സൂര്യൻ്റെ തെക്ക് ദിശയിലേക്കുള്ള സഞ്ചാരം. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം, പിതൃകർമ്മങ്ങൾ, പുണ്യപ്രവർത്തികൾ, ദാനധർമാദികൾ എന്നിവയ്ക്കെല്ലാം ഈ മാസം വളരെയധികം പ്രാധാന്യം നൽകി വരുന്നു. ജൂലൈ മാസം 17-ാം തീയതി തുടങ്ങുന്ന ഈ കർക്കിടക മാസം ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയും നീളുന്നു. ഈ കാലയളവിൽ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിജാതരുടെയും ആ രാശികളിൽ ഉൾപ്പെടുന്ന 27 നക്ഷത്രജാതരുടെയും കർക്കിടക മാസ ഫലങ്ങളാണ് ഇന്ന് ഇവിടെ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി വിശകലനം ചെയ്യുവാൻ പോകുന്നത്. ഈ പുണ്യമാസത്തിൽ ജ്യോതിഷപരമായി വലിയ 2 സവിശേഷതകൾ നടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും സർവേശ്വര കാരകനായ ദേവഗുരുവായ വ്യാഴവും കർക്കിടക രാശിയിൽ സംഗമിക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ സവിശേഷത ഈ മാസം അവസാന വാരം നടക്കുന്ന ശനിയുടെ വക്രഗതി സഞ്ചാരവും ആകുന്നു. ഈ 2 മാറ്റങ്ങളും പല രാശിക്കാർക്കും വളരെയധികം ശുഭകരമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം. മകയിരം 2-ാം പകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരുടെ കർക്കിടക മാസഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി സൂര്യൻ്റെ സഞ്ചാരവും അത് മിഥുനക്കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങളും പരിശോധിക്കാം. സൂര്യൻ മിഥുനക്കൂറുകാരുടെ 2-ാം ഭാവത്തിലാകും ഈ മാസം മുഴുവനായും സഞ്ചരിക്കുക. 2-ാം ഭാവം എന്നത് ധനം, വാക്കുകൾ എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു. ഇതേ ഭാവത്തിൽ വ്യാഴം ഉച്ചനായി നിൽക്കുന്നുണ്ട്. അതായത് 2-ാം ഭാവത്തിൽ വ്യാഴ സൂര്യന്മാർ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നർത്ഥം. തൽഫലമായി സാമ്പത്തികമായ പുരോഗതി, ധനലാഭം, ധനക്രയ വിക്രയങ്ങളിൽ സൂക്ഷ്മത, ബിസിനസ്, ജീവിത പങ്കാളി വഴി ധനാഗമം എന്നിവ അനുഭവത്തിൽ വരാം. വാക്സ്ഥാനമായ 2-ൽ വ്യാഴ സൂര്യയോഗം നടക്കുന്നു എന്നതിനാൽ അധ്യാപകർ, അഭിഭാഷകർ, സാഹിത്യകാരന്മാർ തുടങ്ങിയവർക്കും വളരെ അനുകൂലമായ സമയമാകും ഇത്. ധനനിക്ഷേപങ്ങൾക്കുള്ള നീക്കങ്ങൾ നടത്തുവാനുള്ള സാധ്യതയും സൂര്യ വ്യാഴ യോഗത്താൽ ഉണ്ടാകുന്നതാണ്. അടുത്തതായി മിഥുനക്കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ്റെ സഞ്ചാരം പരിശോധിക്കാം. ബുധൻ ഈ മാസം മിഥുനം, കർക്കിടകം രാശികളിൽ കൂടിയാകും സഞ്ചരിക്കുക. അതായത് മിഥുനക്കൂറുകാരുടെ ജന്മം, 2 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ബുധൻ സഞ്ചരിക്കുക. പൊതുവെ ബുധൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്നത് അനിഷ്ട ഫലങ്ങളെയാണ് നൽകുക. എന്നാൽ ബുധൻ എന്നത് മിഥുനക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകയാൽ ഇവർക്ക് ദോഷഫലങ്ങളെ നൽകില്ല. എന്നുമാത്രമല്ല, രാശ്യാധിപൻ സ്വക്ഷേത്രമായ മിഥുനത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ശരീരസുഖം, മനസുഖം, കുടുംബത്തിൽ സൗഖ്യം, ക്ഷേമം എന്നിവ ഉണ്ടാകും. മാസത്തിൻ്റെ 2-ാം പകുതി ബുധൻ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ധനഭാവം, വാഗ്ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 2-ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ധനലാഭം, സാമ്പത്തികമായ പുരോഗതി, വാക്കുകൾക്ക് ചാരുത, മികച്ച ആശയവിനിമയം, വിദ്യാഗുണം, പഠനത്തിൽ മികവ് എന്നിവയെ എല്ലാം നൽകുന്നു. ചൊവ്വ ഈ മാസം ഇടവം, മിഥുനം എന്നീ രാശികളിൽ കൂടിയാകും സഞ്ചരിക്കുക. അതായത് മിഥുനക്കൂറുകാരുടെ 12, 1 എന്നീ ഭാവങ്ങളിൽ കൂടി. ഈ 2 ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങളാകയാൽ അലച്ചിൽ, അമിതമായ ചെലവുകൾ, ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സമ്മർദ്ദങ്ങൾ, സംഘർഷം എന്നിവയെ ചൊവ്വ സൃഷ്ടിക്കാം. ശുക്രൻ ഈ മാസം ചിങ്ങം, കന്നി എന്നീ രാശികളിൽ കൂടിയാകും സഞ്ചരിക്കുക. അതായത് മിഥുനക്കൂറുകാരുടെ 3, 4 എന്നീ ഭാവങ്ങളിൽ കൂടി. ഈ 2 ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ഇവർക്ക് ശുക്രൻ ഗുണാനുഭവങ്ങളെയാകും നൽകുക. ശൗര്യഭാവം, സഹോദരഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 3-ൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ആത്മവിശ്വാസം, പോരാട്ടവീര്യം, സഹോദരങ്ങളുമായി നല്ല ബന്ധം, സഹായ സഹകരണങ്ങൾ, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം, നേതൃപാടവം, അംഗീകാരം എന്നിവയെ എല്ലാം നൽകുന്നു. തുടർന്ന് ഓഗസ്റ്റ് 1 മുതൽ ശുക്രൻ 4-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ സൗഖ്യം, സമാധാനം, ക്ഷേമം, ഐക്യം എന്നിവയെയും നൽകുന്നു. എന്നാൽ ശുക്രൻ തൻ്റെ നീചരാശിയായ കന്നിയിൽ കൂടിയാണ് മാസത്തിൻ്റെ 2-ാം പകുതി സഞ്ചരിക്കുന്നത് എന്നതിനാൽ
ശുഭകരമായ ഫലങ്ങളെ അത്ര കണ്ട് നൽകുവാൻ കെൽപ്പില്ലാത്തവനായി ശുക്രൻ മാറുന്നു. കേതു ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 3-ാം ഭാവം കേതുവിൻ്റെ ഇഷ്ടഭാവം ആകയാൽ കേതു വളരെ ശക്തനും ബലവാനുമായി ഇവർക്ക് ശുഭകരമായ ഫലങ്ങളെയാണ് നൽകുന്നത്. ആത്മവിശ്വാസം, പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള മനോബലം, പരാക്രമം, ശത്രുനാശം, രോഗമുക്തി എന്നിവയെ എല്ലാം 3-ൽ കൂടി സഞ്ചരിക്കുന്ന കേതു ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകും. കേതു ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ രാഹു ഈ കൂറുകാർക്ക് ചില നിർഭാഗ്യങ്ങൾ, തടസ്സങ്ങൾ, അപ്രതീക്ഷിതമായ ചില പരാജയം എന്നിവയെ അനുഭവത്തിൽ വരുത്താം. കാരണം ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന 9-ൽ കൂടിയാണ് നിലവിൽ രാഹു സഞ്ചരിക്കുന്നത്. ഇനി ശനിയുടെ സഞ്ചാരത്തിലേക്ക് വരാം. ശനി മിഥുനക്കൂറുകാരുടെ 10-ാം ഭാവത്തിൽ കൂടി കണ്ടകശനി ദുരിതങ്ങളെ നൽകിയാണ് നിലവിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്തും ബിസിനസ് തുടങ്ങിയ മേഖലകളിലും എല്ലാം ഇവർക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ, പ്രതീക്ഷയ്ക്കൊത്ത് പുരോഗതി ഇല്ലായ്മ, മനസ്സംഘർഷം, കഷ്ടനഷ്ടങ്ങൾ എന്നിവ നേരിടേണ്ട അവസ്ഥ സംജാതമാകാം. എന്നാൽ ആ അവസ്ഥയ്ക്ക് ജൂലൈ 27 മുതൽ ഒരു അറുതി ലഭിക്കും. കാരണം അന്നേ ദിനം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങും. തുടർന്ന് ഡിസംബർ മാസം 11 വരെയും ശനി തൻ്റെ വക്രസഞ്ചാരം തുടരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് തൊഴിൽ രംഗത്തെ അനിഷ്ടാവസ്ഥകൾ നീങ്ങി അനുകൂല സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നു. ദുരിതങ്ങൾ വളരെയധികം ലഘൂകരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ മിഥുനക്കൂറുകാർക്ക് സൂര്യ വ്യാഴയോഗം ഗുണാനുഭവങ്ങളെ ധനഭാവത്തിൽ നിന്നുകൊണ്ട് നൽകുന്നു. രാശിയാധിപനായ ബുധനും ഇവർക്ക് അനുകൂലനായി ഭവിക്കുന്നു. ശുക്രൻ, വക്രഗതിയാൽ ശനി, കേതു എന്നീ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു എന്നതിനാൽ ഈ കർക്കിടക മാസം മിഥുനക്കൂറുകാർക്ക് പൊതുവെ ശോഭനമായ ഒരു മാസമായി ഭവിക്കുന്നതാണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.